മറക്കരുത് ഈ മുഖങ്ങളെ. ഓണം മലയാളിയുടെ ഹൃദയത്തിൽ പൂത്തിറഞ്ഞു നിൽക്കുന്ന ഒരാഘോഷം. പൂക്കളങ്ങളും ഓണസദ്യയും ഊഞ്ഞാലാട്ടവും കസവ് വസ്ത്രങ്ങൾ നിറഞ്ഞ ഓണാഘോഷം. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് പിന്നിൽ നമ്മളറിയാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മുടെ ഓണം സന്തോഷകരമാക്കാൻ രാപ്പകൽ കഷ്ടപ്പെടുന്നവരുടെ ജീവിതങ്ങൾ. ഓണസദ്യയുടെ രുചിക്ക് പിന്നിൽ ഒരുപാട് കർഷകരുടെ അധ്വാനമുണ്ട്. വെയിലേറ്റ് മണ്ണിൽ വേർപ്പൊഴുക്കി അവർ നെല്ല് കൊയ്യുന്നു. ആ നെല്ല് നമ്മുടെ ഊണിന് അരിയായി മാറുന്നു. വിളവെടുപ്പിൻ്റെ കാലം ഓണക്കാലം കൂടിയാണ്. ഈ നെൽക്കതിരുകൾ അവർക്ക് വെറും വിളവല്ല, ഓണത്തിൻ്റെ പ്രതീക്ഷകൾ കൂടിയാണ്. ഓണത്തിന് ഉള്ള കൃഷിയുടെ തന്നെ ഇതല്ല, അതുകൊണ്ട് ഇപ്പം എന്തോന്ന് പറയാതിരിക്കുന്നു. ഓണത്തിന് വേണ്ടി ചെയ്തത് തന്നെ. ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ ഓണമെന്നും പറഞ്ഞാൽ ഇതില്ലേ. ഞാൻ എൻ്റെ ചെറുപ്രായത്തെ ഇത് ചെയ്യുകയാണ്. സ്നേഹമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഒരിടത്ത് ചെന്ന് ഇരിക്കേണ്ട, ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് നിൽക്കാം. വലിയ സന്തോഷമൊക്കെ. ചാലയിലാണ് കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വീണികൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു സംഘം കൂടി വീണികൾ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് വീണികളായി. അങ്ങനെ ഇവിടെ കൊടുക്കും. ഇവിടെ വന്ന ആളുകൾ വന്ന് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകും. അതിൽ പിന്നെ അവർ ഒരു 6 രൂപ കമ്മീഷൻ പിടിക്കും നോറ്റിന്. അത് പകുതി നമുക്ക് ബോണസായിട്ട് ഓണത്തിന് കിട്ടും. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പൂക്കളമാണ്. ആ പൂക്കളത്തിനായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. ഈ യാത്രയ്ക്ക് പിന്നിൽ പൂക്കച്ചവടക്കാരുടെ ഉറക്കമില്ലാത്ത രാവുകളുണ്ട്. പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ അവർ പൂക്കൾ വിൽക്കുന്നു. അവരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ പൂക്കളങ്ങൾ വിരിയുന്നത്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഓണത്തിന് കേരളീയ വസ്ത്രം ധരിക്കുന്നത് ഒരു പതിവാണ്. അതിമനോഹരമായ കസവ് സാരികളും മുണ്ടുകളും നെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, നെയ്ത്തുകാർ. തലമുറകളായി അവർ ഈ കലയെ ജീവിതാവസാനം വരെ മുറുകെ പിടിക്കുന്നു. ഓരോ ഓണത്തിനും ഒരുപാട് പുതുപുത്തൻ കസവ് വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ അവർ കഷ്ടപ്പെടുന്നു. അവരുടെ വിരലുകളുടെ മായാജാലമാണ് നമ്മുടെ ഓണക്കോടി. ഞാൻ 16 വയസ്സ് മുതൽ സാരിയിട്ടാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് 2022 നെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അന്ന് തൊട്ടേ ഈ ജോലി ഒരു നല്ല ജോലിയായിട്ടാണ് കണക്കാക്കിക്കുന്നത്. എല്ലാ കഷ്ടകാലങ്ങളിലും ഓണം, വിഷു, 1-ാം തീയതി എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം പിന്നെ കൈത്തറി മേഖലയ്ക്കാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. എല്ലാവരും കൈത്തറിയുടെ തുണിത്തരങ്ങൾ വാങ്ങി തന്നെയാണ് 1-ാം തീയതി ഓണമെല്ലാം കൂടുതലും ആഘോഷിക്കുന്നത്. ഇത് ഈ ജോലി ചെയ്ത് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിച്ച് ഇങ്ങനെ ഒരുവിധം ഇതായിട്ട് പോകുന്നു. ഓണത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ പാട്ടുകളിലും കളികളിലുമാണ്. പുലിക്കളി, വള്ളംകളി തുടങ്ങിയ മത്സരങ്ങൾക്കായി മാസങ്ങളോളം പരിശീലനം നടത്തുന്നവരുണ്ട്. അവരുടെ അർപ്പണബോധമാണ് ഓണത്തിൻ്റെ ആവേശത്തെ കെടാതെ കാത്തു സൂക്ഷിക്കുന്നത്. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഈ കലാകാരന്മാരും കളിക്കാരും അവരുടെ കഴിവും ആത്മാവും ഓണത്തിനായി സമർപ്പിക്കുന്നു. ഓണം അത് വെറുമൊരു ആഘോഷമല്ല, അതൊരു ജനതയുടെ കൂട്ടായ്മയാണ്. നമ്മുടെ സന്തോഷത്തിന് പിന്നിൽ ഒരുപാട് മുഖങ്ങളുണ്ട്. അവരെ മറക്കാതെ അവരെയും ചേർത്ത് പിടിച്ചാകട്ടെ നമ്മുടെ ഓരോ ഓണവും.